ഇതെന്ന് പറയുന്നത് തല കഴുകിയിട്ട് തല തുടയ്ക്കുന്നു, അല്ല വെള്ളം തന്ന് തുമ്മൽ വരും. ഇച്ചിരി ആസനാദി വരട്ടി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ കൊച്ചമ്പി? അത് കഴുത്ത് തുടച്ച് കഴുത്തെല്ലാം തുടച്ച് മിടുക്കനായിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ പോവല്ലോ. ഇതാണ് കണ്ണ്, ഇത് രണ്ട് ചെവിയാണ്, ഇത് രണ്ടും. അപ്പാടെ അതിന് താഴെ നെഞ്ച്, പയറ്, അല്ല നമ്മൾ പ്ലേറ്റാണ് പൊക്കിള്, കാല്, ഇത് പുറം. ആനയൊക്കെ കുളിപ്പിക്കുന്ന പുറം. എടാ ഒരു വർക്ക്ഷോപ്പുകാരനായ നീ തന്നെ ഇങ്ങനെ പറയണടാ. എന്റെ മച്ചമ്പി, ഞാൻ എന്തോരം വണ്ടികളുടെ സർജറി ചെയ്തിട്ടുള്ളതാണ്. മൈനറും ചെയ്തിട്ടുണ്ട്, മേജറും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പൊടിനാരിഴ പോലും തപ്പിയെടുത്ത് സൂക്ഷ്മദർശിനി വെച്ച് നോക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണും. അങ്ങനെ നോക്കണോണ്ടാ ഈ വണ്ടി ഇപ്പോഴും ഇങ്ങനെ ഇരിക്കണത്. അതാണ് പറയണത്. നമ്മള് ഇത് വേറൊരാളായിട്ട് കാണരുത്, നമ്മളെ കുടുംബത്തിലൊരു അംഗമായിട്ട് കാണണം. ഇവൻ വന്നപ്പോ നമുക്ക് എന്ത് സന്തോഷമായിരുന്നു. പപ്പ ഇത് കൊണ്ടുവരുമ്പോ എല്ലാരും കണ്ണു നിറഞ്ഞില്ലേ? ശരിയാ, അതാണ്. എന്നിട്ട് പപ്പ പോകുന്ന നേരത്ത് പറഞ്ഞെന്താണ്, ഇവൻ കൂടി ഉണ്ടെങ്കിലേ നിനക്കൊരു പൂർണ്ണത ഉണ്ടാവണം. അങ്ങനെ ഇങ്ങനെയാണെന്ന് കഴിവുണ്ടാവും. വല്ലപ്പോഴും ആ സർവീസ് സ്റ്റേഷനിൽ ആ മീനൂര് ഒരു 10-200 രൂപ കൊടുത്തൂടെ? അവന് ഇതേപോലെ കഴിവ് തരത്തില്ല. എന്തിന്? നമുക്ക് സമയമുള്ളപ്പോ നമുക്ക് ചെയ്യാനുള്ള കാര്യമില്ലടാ ഉള്ളത്. ഇതാണ് കനകന്റെ വാഹനം. മുരുകന്റെ വാഹനം എന്താ? മയിൽ. മഹാവിഷ്ണുന്റെ വാഹനം എന്താ? മഹാവിഷ്ണുൻ്റെത് മറ്റേ ഗരുഡൻ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാഹനങ്ങളുണ്ട്. ഞങ്ങളുടെ പുണ്യാളിന്റെ കുതിരയുണ്ടല്ലോ. കുതിരയുണ്ട്, ഗണപതിക്ക് എലി, അങ്ങനെയാണ്. കാലന് പോത്ത്. അത് പോത്താ നമുക്കറിയാം. അതുകൊണ്ട് ദൂരദർശനം കാണത്തില്ലായിരുന്നു. അതാണ് പറയണത്, നമ്മള് അങ്ങനെ കാണും. കണ്ടാടാ എൻ്റെ മോനെ കണ്ടും കേട്ടും പഠിക്കണം നീയൊക്കെ. അവന് എല്ലാത്തിനോടും എല്ലാരോടും അവന് ഇഷ്ടമാണ്, അറിയാമോ? അങ്ങനാ ഞാൻ അവനെ വളർത്തിയത്. നല്ല മോനെ. എടാ, നമ്മൾ ഇവനെ സ്നേഹിക്കും പോലെ ഇവൻ നമ്മളെ സ്നേഹിക്കും. ഇവൻ മാത്രമല്ല, അമ്മാവനും മണ്ണിനോടാണ് സ്നേഹം. അതുകൊണ്ട് എന്താണ്, കൃഷി ചെയ്ത് അമ്മാവൻ ജീവിക്കുന്നില്ലേ? നമ്മൾ ആർക്ക് സ്നേഹം കൊടുക്കുന്നോ സ്നേഹം നമുക്ക് തിരിച്ചു. ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. തക്കടു, ഈ മുറുക്കേ കറുമുറു ശബ്ദം ഉണ്ടാക്കാതെ കഴിക്കാൻ എങ്ങനെയെന്ന് പറ്റും അറിയോ? എങ്ങനെ കഴിക്കാൻ? അരച്ചെടുത്തിട്ട് കുടിക്കണം. ഓ, ഭയങ്കര കണ്ടുപിടുത്തം തന്നെ. അല്ലാതെ നമ്മൾ ഞാൻ ഇപ്പൊ കാണിച്ചത് എന്നിട്ട് മൊത്തം മുറുക്കം തിന്ന് തീർക്കാൻ. മുറുക്ക് മാത്രം ഇരുന്ന് തിന്നാ മതി. നീ നോക്കിയോ, ഇപ്പൊ ശബ്ദം വരൂല. നീ മുറുക്ക് കടിച്ചേ. ഈ ചെറുക്കൻ ഗുണമുള്ള ഒരു സാധനം കഴിക്കണില്ല. അപ്പൊ പച്ചക്കറി തിന്നൂല്ല, ഇലക്കറി തിന്നൂല്ല, ചീരയൊക്കെ കൊടുത്താ ഒരു തട്ട. ബീൻസ് തിന്നൂല, ക്യാരറ്റ് തിന്നൂല, ഫ്രൂട്ട്സ് കഴിക്കൂല, കണ്ണിന്റെ കാഴ്ചയൊക്കെ പോട്ടേടാ. ബുദ്ധിയും വരൂല. ബുദ്ധി പഠിക്കാൻ ഡാഡിയെ പോലെ ബുദ്ധി വേണം. നോക്കിയോ, ഈ ശബ്ദം ഉണ്ടാക്കാതെ മുറുക്ക് എങ്ങനെ കഴിക്കാന്ന് കാണിച്ചു തരാമേ. പിന്നെ കേൾക്കുന്ന ശബ്ദമല്ലേ കേക്കണത്? എന്താ പിന്നെ ഇല്ല ക്ലീറ്റോ, മടിയാവുന്നു ക്ലീറ്റോ. ഉച്ചത്തെ കുറച്ച് ചോറും കറി ഇരിപ്പുണ്ട്, വൈകുന്നേരത്തേക്ക് അത് മതിയില്ല, രാത്രിത്തേക്ക് ഇനി ഉണ്ടാക്കാൻ വയ്യ. തന്നെ അതിരുന്ന് ചീത്തായി പോവും. എൻ്റെ തങ്കം, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയരുത്. നിനക്ക് എങ്ങനെ തോന്നണടി വീണ്ടും അത് കഴിക്കാൻ? ഞാൻ നല്ലായിരുന്നില്ലേ? ഓ, സാമ്പാറിന് എന്നായിരുന്നു കുഴപ്പം? ഓ, ഉച്ചക്കത്തെ സാമ്പാർ അമേസിംഗ്, റിയലി അമേസിംഗ്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്, അത് സാമ്പാറല്ല, പിന്നെ മസാല കറിയല്ല. മസാല കറി അമേസിംഗ്. എന്നെ കളിയാക്കണതല്ലേ? സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ മുരിങ്ങാക്കോല്, തക്കാളി, ബീൻസ്, അങ്ങനെ അതിന്റെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും അതിനുള്ള സാധനങ്ങളും വേണം. ആകെ ഇവിടെ ഉണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങും തക്കാളിയാണ്. അതുകൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കി. നിങ്ങൾക്ക് സാമ്പാർ ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങളോട് സാമ്പാർ എന്ന് പറഞ്ഞു, അവന് മസാലക്കറി ഇഷ്ടമുള്ളതുകൊണ്ട് അവന് മസാലക്കറി എന്ന് പറഞ്ഞു. ആ കറിക്ക് എന്താ കുഴപ്പം? ഈ ഭാഗ്യം ഇനി റൊണാൾഡിന് രസമാണ് ഇഷ്ടം, അതിന്റെ രസമൊന്നും കൂടെ നീ പറയായിരുന്നല്ലോ. ഒരു കാര്യം, നമുക്കേ ഒരു ഐഡിയ, ഇന്ന് രാത്രിയത്തെ നമുക്ക് ഫുഡ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പരീക്ഷിച്ചാലോ? ഉണ്ട്, ചപ്പാത്തി മൈനേസും കഴിച്ചാലാ? കൊള്ളാം, സംഗതി റിച്ചാണ്. പക്ഷേ ഉരുട്ടിയിട്ടുള്ള അത് തന്നെ. പക്ഷെ നിന്റെ പൂർ മമ്മിക്ക് അത് ഉണ്ടാക്കാൻ അറിഞ്ഞൂടല്ലോ.
അൻസാറാമന്റെ വീട്ടിൽ വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് അത്. നിങ്ങളാണ് തീരുമാനിക്കുന്നത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലല്ലോ എന്നുള്ളത്. അതറിയാം. അത് ഉണ്ടാക്കാൻ അത്ര പാടൊന്നുമില്ല. എന്താ ആ പേസ്റ്റ് പോലെ ഇരിക്കുന്ന സാധനമല്ലേ വെള്ള കളറില്? മുട്ട, മറ്റേ സൺഫ്ലവർ ഓയില്, ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെന്താ നാരങ്ങ നീര്, ഇച്ചിരി പഞ്ചസാര, ഉപ്പ്. ഇത്രയും സാധനത്തിന്റെ ആവശ്യമുള്ളൂ. ഗോതമ്പ് പൊടി ഇരിപ്പുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം. പക്ഷെ ആദ്യം പറഞ്ഞ സാധനങ്ങളില്ലേ അതൊന്നുമില്ല. അത് പോയി മേടിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനം ഉണ്ടാക്കി തരാം. അത് മേടിക്കാൻ അവിടെ ഇവിടെ പോണ്ടല്ലോ. ഇങ്ങനെ ലില്ലിമോളടുത്ത് ചോദിച്ചാൽ പോരെ, ഇച്ചിരി മുട്ടയും ഇതും. ചെല്ല് പൊന്നാങ്ങളെ ചെല്ല്. എന്തേ? നമുക്കത് വേണ്ട, വേറെ എന്തെങ്കിലും വെക്കാം. ഞാൻ പറയാം. ചപ്പാത്തിയും അല്ല, ഞാൻ പറയാം ചപ്പാത്തി ഇനി കുഴച്ച് പരത്തി വലിയ മെനക്കേടാ. രാത്രി 2 കഷ്ണം തിന്നാൻ വേണ്ടി എന്തിനാ ഇത്രയും പാടുപെടണേ? ഞാൻ പറയട്ടെ, നല്ല കപ്പലണ്ടിയും ക്യാരറ്റും ബീൻസ് എല്ലാം ഇട്ടിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കിയാലോ? പൊന്നേ, ഇതിനു വേണ്ടിയും ദ്രോഹമൊന്നും ഞാൻ ചെയ്തല്ലോ. നീ ഇപ്പോഴും ഉപ്മാവിൽ നിൽക്കണോ? നീ അത് വിട്ടില്ലേ തങ്ക ഉപ്മാവ്? കർത്താവിനാണോ ഇത്? നല്ലതാണ്. എനിക്ക് ആ വേഗം വെള്ളമാണോ എന്തൊരു ഇഷ്ടമെന്നറിയോ? എനിക്കിഷ്ടമില്ല ഉപ്പുമാവ്. ഗുണമുള്ള ഒന്നും നിനക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിലും ഉപ്മാവിൽ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. പിന്നെ നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ചപ്പാത്തി തന്നെ ആക്കാം. ചപ്പാത്തി ഇടാൻ ചപ്പാത്തിയും നമുക്ക് കിഴങ്ങറിയാക്കാം. പക്ഷേ ഉച്ചക്കുള്ള സാമ്പാർ ആ കിഴങ്ങറിയല്ല, മസാലക്കറിയല്ല. ഉണ്ടാക്കി തരാം. ഇനി അതിന് വേണ്ടിട്ട് പറയാം. അത് മതി. നീ ഇടണം. കിഴങ്ങറി ഉണ്ടാക്കണ്ടേ? ഒരു കിഴങ്ങേ ഉള്ളൂ ഇവിടെ. അവളുടെ അടുത്ത് പോയി 2 കൂടി എടുത്തിട്ട് വരട്ടെ. എന്ന് ഞാനും കൂടെ വരാം. 2 3 തരുന്നുള്ളൂ. ഞാനും കൂടെ പറഞ്ഞു. ഓ കൊടൂര രുചി. അതേപോലെ ഈ ഏത്തക്ക അങ്ങോട്ട് ചീന്തി ശർക്കരക്കകത്തോട്ട് ഇങ്ങനെ വറുത്ത് കോരിട്ടേ അതിലൊരു ശർക്കര വരട്ടി എടുത്ത് കഴിച്ചോളൂ. സുഖമുണ്ടല്ലോ. ഇത് സുഖമല്ല, ഇത് അസുഖമാണ്. ഈ അസുഖത്തിനുള്ള മരുന്നും എൻ്റെ ഉണ്ട് കേട്ടാ. കണ്ടോ പത്തായത്തിന് നെല്ലുണ്ടെന്ന് പറഞ്ഞപ്പോ എലി കയറി വരുന്ന പോലെ ഓരോന്ന് വരുന്നുണ്ടോ? എരി അല്ലടാ, പെരിച്ചാഴിയുടെ തനി സ്വഭാവം നിനക്ക് കാണണോ? അച്ചമ്പേ, ഞാനൊരു തമാശ പറഞ്ഞാൽ ചിരിച്ചും കളഞ്ഞാ പോരെ അച്ചമ്പേ? ചിരിച്ച് മതിയാ. ഇങ്ങനെ സുഖിച്ചിരുന്നോടാ തിന്ന്. ഒരു ഗ്രഹനാഥന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ അറിയണുണ്ടോ? ഈ വീട്ടിൽ എന്തൊക്കെ വാങ്ങിച്ചു വെച്ചാലും നേരം വെളുക്കുമ്പോൾ തുടങ്ങും. ഉപ്പില്ല, പുളിയില്ല, മറ്റേ പൊടിയില്ല, അതില്ല, ഇതില്ല. കർത്താവിനാണ് എന്തെങ്കിലും ഈ വീട്ടിലൊരു സാധനം ഉണ്ട് എന്ന് കേട്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഉണ്ടല്ലോ ദാരിദ്ര്യം. ഇല്ലാത്തത് ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ വാങ്ങിച്ചു വെക്കണൊക്കെ എന്ത് ചെയ്യണത്? ഇത്രയും നേരം അവിടെ നിന്ന് കൂടി പറഞ്ഞവരെ ഇങ്ങനെയല്ലല്ലോ മോന്തിരുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുമ്പോ പിന്നെ അത് പറയണ്ടേ? ചേച്ചി, ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്തുവാ? എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. എടാ, ഓ ഞാൻ രാവിലെ വന്ന കറി എങ്ങനെ ഉണ്ടായി? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലായിരുന്നു. നല്ലായിരുന്നില്ലേ? തന്നെ നിന്റെ രുചി ഞരമ്പൊക്കെ പോയി കാണും. എടാ, നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അവള് എന്ത് വെച്ചാലും സൂപ്പറാ. കൈപ്പുണ്യം. സ്വന്തം പെങ്ങൾ എന്ത് വെച്ചാലും നല്ല കൈപുണ്യമായിരിക്കും. ഇത് കൈപുണ്യമല്ല, മനപുണ്യവാ. കൂട്ടത്തിൽ എന്നെ താഴ്ത്തി കെട്ടാനുള്ള ഒരു ശ്രമവും. എന്റെ പൊന്നു ലില്ലി, തല്ലി പിടിക്കാൻ വേണ്ടി വന്നതല്ല. ആ കറിയും ചോറും ബാക്കി ഇരിപ്പുണ്ട്. അത് കഴിക്കാൻ പറ്റൂല രാത്രി. ഇപ്പൊ ചപ്പാത്തിയും കിഴങ്ങറിയും ഉണ്ടാക്കണമെന്ന്. കിഴങ്ങാ കറി വെച്ചപ്പോ തീർന്നു. 2 ചെറിയ കിഴങ്ങ ഇരിപ്പുള്ളൂ. ഇവിടെ കിഴങ്ങുണ്ടെങ്കിൽ 2 കിഴങ്ങതാ. ഇവിടെ കിഴങ്ങുമില്ല, ഒരു പച്ചക്കറിയും ഇല്ല. ചേച്ചിയുടെ ആങ്ങളെ 2-3 ദിവസമായിട്ട് കയ്യും വീശി എന്നും വരുന്നത്. ഇതേ ശരപഞ്ചത്തിന്റെ ജയം കളിക്കാതെ പോയി വല്ല പച്ചക്കറിയും വാങ്ങിച്ചോണ്ട് പോവാ. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് വല്ലതും വെച്ച് തരാം, അല്ലെങ്കിൽ വായു ഭക്ഷിക്കാം. എന്റെ ദൈവമേ, ഒരു സമാധാനവും ഇല്ലാത്തൊരു വീട്. എന്തും വെച്ച് വിളമ്പി കൊടുത്താലും കുറ്റം മാത്രം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ രാത്രി ഞാൻ വിഭവസമൃദ്ധമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ അത് കുറ്റം, ദോശ ചെയ്ത് കൊടുത്തപ്പോ അത് കുറ്റം, ചോറ് വേണ്ട, ഒന്നും വേണ്ട. ഈ അടുക്കള കിടന്ന് നരകിക്കാനാ എന്റെ വിധി. എന്റെ എന്ന് പറയല്ലേ, എന്റെ ഞാനും അങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ഇതൊക്കെ കുറെ അനുഭവിച്ചതാണ്. ജോയിന്റ് ആയി. ഇപ്പൊ അവരെല്ലാം ഒന്നായി. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം നിങ്ങൾ ആരും അടുക്കള കയറണ്ട. പിന്നെ വായു ഭക്ഷിക്കൂ. പുറത്തുനിന്ന് മേടിക്കാടെ. അടിപൊളി, നല്ല തീരുമാനം. ഞാൻ നോക്കണം. എന്ത് തിന്നും മാരിക്കണം. മരിക്കണ്ട, വയറിന് ആവശ്യമുള്ള കഴിച്ചാൽ മതി. ആർക്കൊക്കെ എന്താ വേണമെന്ന് പറയാം? 6 പൊറോട്ട, ചിക്കൻ ലെഗ് ഡ്രൈ ഫ്രൈയും പിന്നെ ഗ്രേവി. 6 പൊറോട്ട തികയൂല എല്ലാവർക്കും കൂടെ. എല്ലാവർക്കും കൂടെ അയ്യടി മനമേ, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു രാത്രി, ഇന്ന് രാത്രി കഴിക്കാനുള്ള വെളുക്കവെളുക്കരും തിന്നാൻ വേണ്ടിയല്ല. വെളുക്കവെളുക്കായിരുന്നു കഴിക്കുന്നുണ്ട്, പഴങ്കഞ്ഞിയും കുടി. സാരമല്ല, അടുത്ത ആള് പറഞ്ഞോ. നീ എന്താ മേടിക്കണേ? ചേച്ചി പറ. നമുക്ക് ബിരിയാണി മേടിച്ചാലോ? ബിരിയാണിയൊക്കെ എപ്പോഴും കിട്ടണല്ലേടി, വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളത് പറ. അത് തന്നെ. ഞാനേ തകടു, നമുക്ക് ബ്രോസ്റ്റഡ് ഒരു 8 പീസ് ബ്രോസ്റ്റഡും ഗുബൂസും മയോണീസും സോസും. 8 പീസ് കുറഞ്ഞു പോയല്ലോ.
8 പീസ് ആർക്ക്? എടാ 2 പേർക്കാണ്. അയ്യോ ഇതിന്റെ കാര്യം വിട്. ഈ പൊടിക്കുഞ്ഞ് ഇന്നത് എത്ര പീസാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാരല്ല, വിട്. നമ്മൾ 6 പീസിന് വിട്ടു. പോട്ടെ പോട്ടെ. അമ്മ പറയുന്നത് അമ്മക്ക് എന്താ വേണ്ടേ? നമുക്ക് വല്ല ഡ്രൈ ഫ്രൈ വല്ലതും മേടിച്ചാലോ നമുക്ക്? എന്റെ പൊന്നു മക്കളെ, അതൊന്നും ചവയ്ക്കാനുള്ള ശക്തി എന്റെ പല്ലിനില്ലേ. എനിക്കൊരു കാര്യം ചെയ്യ്, പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും ഒരു 2-3 പൊറോട്ടയും വാങ്ങിച്ചോണ്ട് അതിന്റെ കറിയൊന്നും വേണ്ട, പിള്ളേരൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ കുത്തിരി എടുത്തോളാം. തങ്കച്ചേട്ടത്തേക്ക് എന്താ വേണ്ടേ? ഷവായി പറയട്ടോ. എനിക്ക് ഷവായി വേണ്ട, ഞങ്ങൾക്ക് ബിരിയാണി മതി. ബിരിയാണി മതി. എനിക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു ഫ്രൈഡ് റൈസും ഒരു ബിരിയാണി മേടിക്കേണ്ട, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടില്ല. ഫിക്സ് ചെയ്തല്ലോ. ഇനി എന്തെങ്കിലും അറിയിക്കുന്നത് പിന്നെ എടേ, മറ്റേ ഫ്രഞ്ച് ഫ്രൈസും കോളയും അതും കൂടെ മേടിച്ചോ. ആചാരങ്ങൾ തെറ്റിക്കണ്ടേ, ഇതിന്റെ കൂടെ അതും കൂടെ വേണമല്ലോ. പോളി അതാ. എനിക്ക് ഫ്രൈഡ് റൈസ് മേടിക്കാം. എനിക്കൊരു 2 ചപ്പാത്തി ഒരു കുറുമക്കറി എന്തെങ്കിലും മതി. കുറുമ മതിയോ? ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. സ്കൂട്ടർ ഇരിപ്പുണ്ട്, സൂക്ഷിച്ചോണ്ട് വേണം. അയ്യോടെ പോയേക്കാം. ഡേയ് ഉടനെ വരണേ. ഇക്കാര്യത്തിന് താമസിക്കത്തില്ല. ബില്ല് എത്രയാന്ന് പറഞ്ഞാൽ അവിടെ ആ ശരി. ഓ ഭാഗ്യം, അടുക്കള കണ്ടല്ലോ. ഇതൊരു സന്തോഷം. എന്നും ഇങ്ങനെ ആയാലോ? ഞങ്ങക്ക് സന്തോഷം. ആ തന്നെ നിങ്ങൾക്ക് എന്തുമില്ലല്ലോ, ആഴ്ച ഒരിക്കലെങ്കിലും. പിന്നില്ലേ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ. മിക്കവാറും രാവിലത്തെ കഴിവൊക്കെ പണിയെന്നാ തോന്നുന്നു. വെള്ളം കയറി കാണും. ഈ പണ്ടാരം അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ. ഇത് എന്തുകൊണ്ടാരാ വണ്ടി നീ അങ്ങനെ പറഞ്ഞെന്തടി? എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോ അത് പണി മുടക്കും. അല്ല, എന്ത് അത്യാവശ്യത്തിന് പോയപ്പോഴാണ് പണി ഇപ്പൊ മുടക്കിയത്? പണി മുടക്കിയില്ലേ? ഇപ്പഴാ? ആ അതിപ്പോ വേറെ കൊണ്ടല്ല. ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ശരീരത്തിന് ദോഷമാണെന്ന് അതിനറിയാം. ഓ അതുകൊണ്ട് പണി മുടക്കിയതാ. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിയമപാലകരും മറ്റേ ആരോഗ്യ വകുപ്പും എല്ലാം കൂടെ ചേർന്ന് ഈ ഫാസ്റ്റ് ഫുഡ് കട നടത്തുന്ന അവരെയൊക്കെ അങ്ങ് പൂട്ടിക്കടേ. അല്ല പിന്നെന്തോന്നു? ആരോഗ്യത്തിന് കൊള്ളൂല്ലെങ്കിൽ നീ തന്നെ മേടിച്ചോളാം പറഞ്ഞേ. അത് തന്നെ. ഞാൻ എന്താ പറഞ്ഞത്? ഒരു 2 ചപ്പാത്തി ഒരു കുറുമക്കറിയും പറഞ്ഞു. ലോകത്തില്ലാത്ത പേരിലൊക്കെ നിങ്ങളല്ലേ കണ്ടെത്തി പറഞ്ഞത്. ഓരോരുത്തരോടും ഇഷ്ടമുള്ളത് പറയാൻ പാടില്ല. അത് പറഞ്ഞു. അത് ശരീരത്തിന് ദോഷമാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്ത് ചെയ്യാനാ? ദോഷമാണ്. മേടിക്കോ? മേടിക്കുന്ന കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ അല്ലാതെ പോയിട്ട് വരാം. ഓ, നീ പുറത്ത് പോയി ആരെങ്കിലും വണ്ടി കൈ കാണിച്ച് പോടാ. ഞാൻ ബാറ്ററി നിലക്ക് നോക്കാം. ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണേ. അതാ ബാറ്ററി ഇളക്കി നോക്കാം. കിക്ക് അടിച്ച സ്റ്റാർട്ട് ആകുമല്ലോ. അത് മര്യാദക്ക് ചെയ്യത്. ബലം കൊടുത്ത് അടിക്കണ്ടേ മച്ചമ്പി ചെയ്ത്. എന്നാലും ഒരു മര്യാദക്ക് ചെയ്. ഇതാണ് ഞാൻ വണ്ടി ആരും കൊടുക്കാത്തത്. നീ പിന്നെ എടുത്തതിന്റെ ഷോക്കേസ് വീടേ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. പിന്നെ അല്ലാതെ വണ്ടി ആർക്കും തൊട്ടുകൂടാ, ഒന്നും പറഞ്ഞുകൂടാ, സ്റ്റാർട്ട് ചെയ്തുകൂടാ. അല്ല ഞാൻ പിടിച്ച് ഞാൻ തലച്ചനക്കാതിരിക്കോ? പിന്നല്ലേ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ രാത്രി വണ്ടി ശരിയാട്ടെ. ഇത് ഒരു നടപടി ഉണ്ടാവൂല. വായു വഷിക്ക. റൊണാൾഡോ എന്തിനാണ്? ഫുഡ് വാങ്ങിക്കാത്തതിന്റെ സങ്കടത്തിൽ കമ്മന്തടിച്ച് കിടപ്പുണ്ട്. സങ്കടപ്പെടാൻ എന്തിനടേ? പിന്നെ സങ്കടപ്പെടുത്തില്ലേ? എല്ലാവർക്കും ഏട്ടനല്ലേ ആശ കൊടുത്തത്. ആശ കൊടുത്തിട്ട് അത് വേണ്ടെന്ന് വെക്കാൻ കാര്യം എന്താണ്? എടി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പത്രത്തിലൊക്കെ വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ഓരോ ദിവസം വരുന്ന പത്രത്തിൽ നോക്കണം. ഈ ചെറിയ പിള്ളേരാണ് ഉദരരോഗം എന്ന് മരിക്കുന്നത് ഈ ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഒന്നും കഴിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും ഒരു ദിവസം ഒത്തിരി കഴിച്ചെന്ന് വെച്ചാൽ അങ്ങ് ചത്തുവാൻ പോണ. എപ്പോഴും കഴിക്കാമ്മ, ഒന്നും കഴിക്കാതിരിക്കാ. അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കണവരെല്ലാവരും ചത്തങ്ങ് പോവല്ലേ. പറ്റൂല്ലെങ്കിൽ പിന്നെ ഏക്കരുത്. പറ്റൂല്ലെങ്കിൽ ചേട്ടനെ കഴിച്ചാ അവരൊക്കെ അത് കഴിച്ചിട്ട് കിടന്നു. അവർക്കൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നടരാജന്റെ ആർക്കും എന്തോ വയറിന് സുഖേട് വന്നെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ക്ലീറ്റോയും മാറി. എന്തുവോ അറിവില്ലായ്മ ഒരു കുറ്റമല്ല. പക്ഷെ അറിവുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാതിരിക്കുന്നത് കുറ്റമാണ്. ഇതൊക്കെ എല്ലാവരുടെ കാര്യത്തിലും ബാധകമായിരിക്കണം. ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ കള്ളു കുടിക്കാൻ പറ്റില്ല. കള്ളു കുടിച്ചാൽ ചത്തൂല്ലേ മനുഷ്യര്? നമ്മളെന്നും കുടിക്കുന്നത് വല്ലപ്പോഴും കുടിക്കുമ്പോ കുഴപ്പമില്ലല്ലോ. ഇത് വല്ലപ്പോഴും അല്ലേ? എത്ര നാൾ കൂടി ഇവിടെ ഒരു ഭക്ഷണം മേടിക്കുന്നത്? എന്നിട്ട് വലിയ കാര്യത്തിന് അതോ ഒരു പൊട്ട വണ്ടിയുണ്ട്, പൊട്ട വണ്ടി. ഉപകാരപ്പെടത്തില്ല വണ്ടി. സത്യം. നീ പറയല്, നീ പറയരുത്. ഞാൻ പറയും. ഇടി അന്ന് തക്കടൂർ ഇതുപോലെ പുറത്തുനിന്ന് ആഹാരം മേടിച്ചോണ്ട് കഴിച്ച് വയറിന് കുഴപ്പമായി. അത് ഉറപ്പൊന്നുമില്ല. അത് തന്നെയാണ് കാരണം. അത് എന്ന് ഇവിടെ പുറത്തുനിന്ന് ആഹാരം മേടിച്ച് കഴിക്കുമോ അന്ന് അസുഖമാണ്. പിന്നെ ഇകള് എന്നിട്ട് അന്ന് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയപ്പോ ഏതിലാ കൊണ്ടുപോയത്? എന്റെ ആ പാവ സ്കൂട്ടറിൽ തന്നെ. കാര്യം ചെയ്യും, അതിനൊരു ഉടുപ്പ് ഇടിപ്പിച്ച് കട്ടിലെ കെട്ടിക്കിടക്കും. മനുഷ്യനാണ് തോന്നണത്. അതിന് പിന്നെ നന്ദിയുണ്ട്. അത് എന്നെ പറ്റിക്കില്ല. പറ്റിക്കൂല. നോക്കിക്കോ, ഇനി ഇവിടെ പുറത്തുനിന്ന് സാധനങ്ങൾ എന്തെങ്കിലും നീ മേടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലായിരിക്കും എടുത്തതേതാ പറമ്പിൽ കിടക്കും. നീ വല്ല കഴിച്ചാ? എനിക്ക് നിന്റെ ഇതില്ലെങ്കിലും ഞാൻ പട്ടിണി കിടക്കൊന്നുമില്ല. ഞാൻ നല്ല ഒന്നാന്തരം രാവിലെ ഉണ്ടാക്കിയ കറി ഉണ്ടായി, അതും ദോശയും കൂട്ടി നല്ല അസലായിട്ട് കഴിച്ച്. നിനക്ക് മനഃപൂർവ്വം തരാതിരുന്ന എന്താ കറി?
രാവിലെ ഞാൻ ഇവനോണ്ട് കൊടുത്തില്ലേ അയ്യോ. കിഴങ്ങ് വെച്ച കറി. വായിക്കുള്ളൂ അത്. എന്തുവാട്ടാ ചേച്ചി ഇങ്ങനെ പറയുന്നത്? എന്തൊരു കൈപ്പുണ്യമുള്ള ആളാ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഏട്ടൻ പറഞ്ഞ സത്യവാ. ചേച്ചി ഇന്ന് രാവിലെ വെച്ച കറി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ആ കറി ഏട്ടൻ്റെ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു അയ്യാ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ കറി കൂട്ടിയാണ്. ഞാൻ വെച്ച കറിയോ? ഞാൻ വെച്ച കറി നല്ല കാണിച്ചു തരട്ടെ അടുക്കളയിൽ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരട്ടെ ഞാൻ. എന്നാ ഞാൻ വേറെ സത്യം പറയടി, നീ ഇല്ല ഇവിടെ. നീ നേരത്തെ പച്ചക്കറി ചോദിച്ചു വന്നില്ലേ? ഇവിടെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഇവിടെ മനപ്പുറം തരത്താം അതുകൊണ്ട് ഉണ്ടാക്കിയ കറിയാണ്. അതുണ്ടായിരുന്നു. പിന്നെ എല്ലാരും കൂടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ താത്തി കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ഇനി പച്ചക്കറി എടുത്ത് കൊടുക്കാം. രണ്ട് കിഴങ്ങ് ഞാൻ ചോദിച്ചുള്ളൂ. 2 കിഴങ്ങ്. അതുപോലെ നീ തന്നില്ലെങ്കിൽ നീ എന്ത് പോന്നവളായിരിക്കണം. ചേച്ചി പറഞ്ഞാ ഞാൻ വെക്കുന്ന കറി നല്ല ടേസ്റ്റാന്ന്, അന്നേരം ഒന്നും മിണ്ടാന്നല്ലോ. അത് പിന്നെ നമ്മൾ ഒരാള് പുകഴ്ത്തുമ്പോഴത്തേന് അയ്യോ എന്നെ പുകഴ്ത്തല്ലേ ഇവിടെ പറ്റി പറയാൻ പറ്റുമോ? രാവിലത്തെ കറി കൂടി കഴിച്ചാൽ മതി. ചെല്ലി പോ. അകത്ത് പച്ചക്കറികൾ ആവശ്യമുള്ള എടുത്തോ. എനിക്ക് നിന്റെ പച്ചക്കറി വേണ്ട ഇനി. പാവം എന്റെ കൊച്ച് ആ ചിക്കൻ, ആ വറുത്ത ചിക്കൻ വേണ്ടി കഴിക്കാൻ വേണ്ടിട്ട് കൊതിച്ചിരുന്നതാ. നിങ്ങൾക്കൊക്കെ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ നടന്നാണെങ്കിലും പോയി മേടിച്ചിട്ട് വരൂലേ? നീ പോവാൻ ഇറങ്ങിയപ്പോഴല്ലേ അവന്റെ ഫോൺ വന്നത്. അപ്പൊ ക്ലീറ്റോ അല്ലേ പറഞ്ഞ വേണ്ടത്? ഇതെല്ലാം കൂടെ മനുഷ്യന് സമാനതല്ലെന്നല്ലേ. കഴിഞ്ഞിട്ട് പോ. എനിക്കൊന്നും വേണ്ട. നല്ല ചമ്മന്തി ഇതോടെ എടുത്തോണ്ട് പോകും. ഓ ഞാൻ ആ ബിരിയാണി കഴിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയില്ലേ. നമുക്ക് അതിനുള്ള യോഗമൊന്നും ഇല്ലേ ചെയ്യുന്ന പിടി. എന്നാലും നീ എനിക്ക് കിഴങ്ങ് തരാതിരുന്നത് ഭയങ്കര ദ്രോഹമായി പോയിട്ടാ. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചതാ. ചമ്മന്തി നല്ലത്. അതിനും വേണ്ടി ഒരു കുഴപ്പമില്ലായിരുന്നു ആ വണ്ടിക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ പോണെന്നുള്ളത്. ഒരു കുഴപ്പമില്ലായിരുന്ന അച്ചാച്ചനെ എത്ര പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയെന്നറിയോ? എന്നിട്ട് ഒന്ന് സ്റ്റാർട്ട് ആവുന്നിരുന്നു. അവസാനം തള്ളിക്കൊണ്ടാ ചേച്ചി പോയത്. എടേ എനിക്ക് പ്രതിയും കൊണ്ട് കോടതിയിൽ പോകാനുള്ളതാണ്. സമയം തെറ്റിയ ജോലി പോകുന്ന പരിപാടിയാണ് ഇതൊക്കെ. അതൊക്കെ അച്ചാച്ചനെ അറിയാം. ഞാൻ വിളിച്ചപ്പോ ദേ വരുന്നെന്ന് പറഞ്ഞു. അവനെ ഒരു ഉപകാരം ചെയ്യാനല്ലേ സ്റ്റാർട്ട് ആവാത്ത വണ്ടിയും കൊണ്ട് നീ എങ്ങനെ ഇവിടുന്ന് പോയാ പ്രതിയെ പിടിക്കാൻ? എടേ അഥവാ സ്റ്റാർട്ട് ആയാലും ഞാൻ വേറെ വണ്ടി എടുത്തെങ്കിലും പോകൂലേ? നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്. പ്രതിനെ ആയിട്ടൊക്കെ അങ്ങോട്ട് പോകണമെങ്കിൽ നീ ഇവിടുന്ന് വേറെ വല്ല വണ്ടി വിളിച്ചു പോ. അവനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നടക്കൂല. അവനത് നന്നാക്കി കൊളാക്കൂന്ന് എനിക്ക് തോന്നുന്നു. അവൻ ചെറിയ ഉടായ്പൊക്കെ ഉണ്ട്, അത് ശരി തന്നെ. പിന്നെ പണി ഇച്ചിരി മടിയാണെങ്കിലും അവൻ പണി ചെയ്താ പിന്നെ ആ വണ്ടി നോക്കണ്ട. ചേട്ടാ അച്ചാച്ചന് ഉടായ്പാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നോട് പറഞ്ഞു എന്താണ് എന്താ പറയൂല അതിനെന്താ സെൽഫ് സ്വിച്ച് കംപ്ലൈന്റ് ആണ്. പിന്നെ ചാവി സെറ്റ് എന്തോ മാറ്റണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു പൈസ തരാന്ന് പറഞ്ഞ് പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ട്. പിന്നെ കുടുംബത്തിലെ വണ്ടി ഞാൻ നന്നാക്കിയിട്ട് അതിന് പൈസ ഞാൻ വാങ്ങിക്കുമെന്നൊക്കെ ചോദിച്ചു. വണ്ടി ഇപ്പൊ വരും. ശരിയായല്ലോ. പിന്നെന്താ അവന് ശരിയാക്കാൻ അറിഞ്ഞൂടെ? മതി, അതിനെ ഉപദ്രവിക്കല്ലേ. എന്ത് ഉപദ്രവം? വണ്ടി ഷോറൂം കണ്ടീഷനിൽ പണിഞ്ഞിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്തു, സെൽഫ് സ്വിച്ച് മാറി, വയറിംഗ് കിറ്റ് മാറി. ശരിക്കും പറഞ്ഞാൽ ഷോറൂമിൽ കയറ്റിയ ഒരു 10,000-3,000 രൂപയുടെ പണിയുണ്ട്. പക്ഷെ നമ്മള് കുടുംബക്കാരായിരുന്നു പണിക്കൂലി മേടിക്കും ചമ്പി. അതാണ്. ഇനി സ്റ്റാർട്ട് എന്ന് പറഞ്ഞ വണ്ടി പുഷ്പം പോലെ സ്റ്റാർട്ട് ആവും. സംശയം ഉണ്ടോ? സ്റ്റാർട്ട്. നീയെ പേടിപ്പിക്കാതെ പതുക്കെ പറഞ്ഞു നോക്കിയാണ്. കളിക്കാതെ ഇങ്ങോട്ട് പറയുന്നേ. അല്ലാതെ അങ്ങനെ ഞാൻ ശരിയാക്കിയ മച്ചമ്പി അത് നോക്കണേ. അങ്ങനെ വരത്തില്ലല്ലോ. നിന്റെ വല്ല ഇപ്പൊ ഓടി വന്ന വണ്ടിയല്ലടാ. ഞാൻ അത് മാറിയത് കിറ്റ് പിന്നെ മാറിയത് പെട്രോൾ ഉണ്ടോ? പിന്നെ ഉണ്ടല്ലേ? പെട്രോളൊക്കെ ഞാൻ അടിച്ചു വെച്ചേക്കണല്ലേ ഇതൊക്കെ. ഞാൻ ഒന്നുകൂടെ വേണമെന്ന്. നീ ഒന്നും ചെയ്യണ്ട. ശരിയാക്കിയായിരുന്നു. പിന്നെ ആക്കിയതന്നെ അത് അതെ, ഇവൻ എന്നെ അറിയാം, എനിക്ക് അവനെ. ഇങ്ങോട്ട് വെച്ച ശരി പോരാ.
Audience.